നല്ല ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യമായി ഈ ക്യാൻവയുടെ ആപ്സ് എന്ന ഭാഗത്തേക്ക് പോയി അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ സെർച്ച് ബാറിൽ ഗ്രേഡിയൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിതുപോലെ ഒരു ജി എന്ന ലെറ്ററിലുള്ള ഒരു ആപ്പ് നമുക്ക് ലഭിക്കും. അത് നമ്മളിവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ മെയിൻ ടെക്സ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ ആവശ്യമുള്ള ടെക്സ്റ്റ് ഡെമോ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്താൽ കാണാനൊരു ഭംഗിയുണ്ടാവും. ശേഷം അതിന് താഴെ കാണുന്ന ഫോണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതായ ഫോണ്ട് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫോണ്ടുകൾ നമുക്കിതിൽ നിന്നും ലഭിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഏതായാലും ഇവിടെ ഈ കാണുന്ന ഫോണ്ട് തന്നെ തൽക്കാലം സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കോട്ട് പോവുക. എന്നിട്ട് ഈ ഗ്രേഡിയൻ്റ് കളേഴ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റിന് ആവശ്യമായ കളർ സെറ്റ് ചെയ്തതിന് ശേഷം മുകളിൽ പോയി ഇതിൽ വല്ല മാറ്റവും ഇതുപോലെ നമുക്ക് വരുത്താവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഇങ്ങനെ ഈ രൂപത്തിൽ ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ ഇവിടെ ആഡ് ടു ഡിസൈൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്ത ടെക്സ്റ്റ് ഇവിടത്തേക്ക് വരുന്നതാണ്. ഈ ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പേജിൻ്റെ ഒരു കോപ്പി നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് വൈറ്റിൽ നിന്നും ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നീട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ കളറ് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കളർ മുഴുവനും വൈറ്റിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ എലമെൻസിലേക്ക് പോവുക. ഇവിടെ എലമെൻസ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എലമെൻസിൽ നമ്മൾ ഷേപ്പിലേക്ക് പോകും. ഷേപ്പ് എന്ന് സെലക്ട് ചെയ്യുക. സർക്കിൾ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം സർക്കിളിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. കളർ ബ്ലാക്കിലേക്കാക്കി ചേഞ്ച് ചെയ്യുക. അതിനുശേഷം ആ സർക്കിളുടെ ഷേപ്പ് എടുത്ത് നമുക്ക് വേണ്ട സ്ഥാനത്ത് അത് വെക്കുക. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്ഥാനത്ത് നമ്മളത് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഈ പേജ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. അതിനുശേഷം ഈ ഓൾ പേജസിൽ പേജ് 2 മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഡൺ. ശേഷം ഈ കാണുന്ന പേജും നമ്മൾ ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ 2 പേജുകളുടെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. പേജ് റിമൂവർ എന്ന് സെർച്ച് ചെയ്യുക. അപ്ലോഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് റിമൂവായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. വീണ്ടും അടുത്ത ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക.
ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഇമേജസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഇവിടെ പുതിയതായിട്ട് ഒരു പേജ് ആഡ് ചെയ്യുക. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ആദ്യത്തെ ഇമേജ് എടുത്ത് ഇതിലേക്ക് കൊണ്ടുവരിക. എഡിറ്റിൽ പോയിട്ട് ഇഫക്ട്സിൽ ഷാഡോ ക്ലിക്ക് ചെയ്യുക. ഷാഡോയിൽ ഗ്ലോ ഇഫക്റ്റ് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത രണ്ടാമത്തെ ഇമേജും ഇവിടേക്ക് അപ്ലോഡ് ചെയ്യുക. എഡിറ്റിൽ പോവുക, ഇഫക്ട്സിൽ ഗ്ലോ കൊടുക്കും റിസൾട്ട്. ഇതുപോലെ നല്ലൊരു ലോഗോ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇതുപോലുള്ള നല്ല ക്യാൻവ ട്യൂട്ടോറിയൽ ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.